എൻ്റെ കസിൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവൻ സൗദിയിൽ പോയപ്പോൾ നല്ല മത്തി കണ്ടു. അപ്പോൾ അവൻ അവിടെ നിന്ന് വിളിച്ചു, ചേച്ചി മത്തി വാങ്ങിച്ചുകൊണ്ടെന്നാൽ കറി വെച്ച് തരാമോന്ന്. അതിനെന്താന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മത്തി വാങ്ങാൻ സൗദി അറേബ്യയിൽ പോയോന്നല്ലേ. ഈ അബദ്ധം എനിക്കും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ആകെ അറിയുന്നത് സഫാരി മാളും അങ്ങനെയുള്ള ചെറിയ ലുലു മാൾ ഇതൊക്കെ തന്നെ അറിയത്തുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് EMSൽ വർക്ക് ചെയ്ത അവളിവിടെ അവളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇവിടെ വന്നിരുന്നു. അങ്ങനെ അവളിപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മാമി എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാകാം. ഞാൻ ചോദിച്ചു, നിങ്ങളെവിടെ? ഞങ്ങളിവിടെ സൗദിയല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ച് സൗദിയല്ലോ. ഞാൻ വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചു, നീ എന്ത് സൗദിയെ പോയേ? നിങ്ങൾ രണ്ടുകൂടെ ഇപ്പോൾ സൗദിയെ പോയോ എന്ന് വെച്ചു. അപ്പോൾ അവളവിടെ നിന്ന് ചിരിച്ചിട്ട് ചോദിച്ചേ, അപ്പോൾ മാമിക്കറിയില്ല ഇവിടെ ഒരു സൗദി ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, ഞങ്ങൾ അവിടെ നിൽക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സൗദി എന്നുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പേരാന്നുള്ളത്. അപ്പോൾ ഇതും അത് തന്നെ കേട്ടോ. അവൻ ഇവിടെ സൗദി ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല മീൻ കണ്ടു, വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞാനത് വെള്ളത്തിലൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ അത് റെഡിയാകുന്ന സമയം കൊണ്ട് വിചാരിച്ചെന്നാൽ പിന്നെ ഇച്ചിരി ചായ കുടിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളയപ്പത്തിന് അരച്ച് വെച്ച മാവ് ഉണ്ടായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് ഇച്ചിരി പാത്രത്തിൽ കോരി വെച്ചാൽ അത് അപ്പായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊരു സൈഡിൽ വെച്ചു. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്തങ്ങ് വെക്കാം എന്നുള്ളൊരു വിചാരം കേട്ടോ. അങ്ങനെ ഞാൻ നോക്കുമ്പം തൈര് എടുത്തുകൊണ്ട് വന്ന് എക്സ്പയറി ഡേറ്റ് നോക്കി. എക്സ്പയറി ഡേറ്റ് നോക്കുമ്പം അതിന് 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. എങ്കിൽ പിന്നെ വീണ്ടും 2 ദിവസം കഴിഞ്ഞ് പിന്നെയും വന്ന് കിച്ചണിൽ ഈ പണിയൊക്കെ ചെയ്യണ്ടേ. എങ്കിൽ പിന്നെ വിചാരിച്ചു ഇതും കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിത് തൈരൊക്കെ നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കാച്ചിയെടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ കാച്ചിയെടുത്ത തൈര് പിന്നെ കുറേ ദിവസത്തേക്ക് ഒന്നും ആകത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അതും കൂടെ അങ്ങനെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആ സമയം ഞാനിതാ അപ്പുറത്തെ സൈഡിൽ ഇച്ചിരി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പാലടുപ്പത്ത് വെച്ചു കേട്ടോ. പാൽ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കാച്ചി ഇച്ചിരി ചായപ്പൊടി ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതും റെഡിയാക്കി. അപ്പോഴത്തേക്കും നമ്മുടെ തൈര് ഇവിടെ മോരുകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതാ ചായ റെഡിയാക്കി. അപ്പം ഞങ്ങൾ കോഴിക്കോട്ടുകാർ ചായ അരിക്കാറില്ല കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഇഷ്ടം പൊടിയിട്ട ചായയാണ്, പൊടിച്ചായ എന്ന് പറയും. ഇത് ആ സമയം നമ്മുടെ അപ്പം ഇവിടെ റെഡി കേട്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. വിശപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊരു പണിയും ചെയ്യാൻ തോന്നില്ല കേട്ടോ. അപ്പം എനിക്ക് വയറ് നിറച്ച് കഴിച്ച് തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ കഴിപ്പ് കഴിയാതെ പിന്നെ മീനിനകത്ത് കഴിയിട്ടാൽ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ ഇതാ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ചായയൊക്കെ ആസ്വദിച്ചിരുന്ന് കുടിച്ച് അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ വിചാരിച്ചു മീൻ വറക്കാൻ വെക്കാം. എനിക്ക് കിച്ചണിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത 2 പണിയാണ് കേട്ടോ, മീൻ വറക്കുന്നതും തേങ്ങ ചിരകുന്നതും. അപ്പം മീൻ വറക്കാൻ വേണ്ടി മസാലയൊക്കെ തേച്ച് ഫസ്റ്റിൽ മീൻ ചീഞ്ചട്ടിയിൽ ഇടുന്നത് വരെ എനിക്ക് കുഴപ്പമില്ല, അതെനിക്കിഷ്ടമാണ്. അത് കഴിഞ്ഞുള്ള പരിപാടി എനിക്കിഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാറുണ്ടോ? ഇത്ര സിമ്പിളായ കാര്യത്തിനാണ് എനിക്ക് മടി. വലിയ കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് മടിയില്ല. പക്ഷേ തേങ്ങ ചിരകുന്നതും പിന്നെ മീൻ വറക്കാൻ തിരിച്ചിടുന്നതും ഇതെനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീട്ടിലെങ്ങനെ ചെയ്യുന്നതെന്നല്ലേ. ഞങ്ങൾക്ക് മീൻ വറക്കുന്നതെന്ന് പറഞ്ഞാൽ ചൂടോടുകൂടി കഴിക്കാനാണ് വീട്ടിൽ പിള്ളേർക്കായാലും എനിക്കായാലും ഹസ്ബൻഡിനായാലും ഇഷ്ടം. അപ്പോൾ എന്ത് ചെയ്യും, ബാക്കി എല്ലാ പണിയും കഴിഞ്ഞ്